പ്രിയമുള്ളവർ, നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തെ കുറേ നാളായി മുൾമുനയിൽ നിർത്തി ജനങ്ങളെ പലവിധ ചർച്ചകൾക്ക് വിധേയമാക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഇന്ന് അതിൻ്റെ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. 3 പേര് വിജയിച്ചിരിക്കുന്നു. 3 പേരും നേരത്തെ ഉള്ളതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി, ഷാഫി പറമ്പലിന് പകരം രാഹുൽ മാങ്കൂട്ടം, അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹം ശ്രീ രാധാകൃഷ്ണൻ MP, അദ്ദേഹത്തിന് പകരം ഇടതിൻ്റെ സ്ഥാനാർത്ഥി UR പ്രദീപ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് ദിവസത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് ബഹളങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും അല്പം വിശ്രമം എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എൻ്റെ ഒരു സീരിയൽ ഇപ്പോൾ വരുന്നുണ്ട് ഇതിനകത്ത്, സൂര്യ. അതിൻ്റെ പേര് ഹൃദയം എന്നാണ്. നിങ്ങൾ കണ്ടിരിക്കുക. ഞാൻ നേരത്തേക്ക് അതിൻ്റെ ഇത് ഇട്ടിരുന്നു. വലിയ പ്രാധാന്യമുള്ള വേഷമല്ലെങ്കിൽ പോലും ഇടയ്ക്കും പുറയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഹൃദയം എന്ന സീരിയല് നിങ്ങൾ കാണണം. അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ അതിനകത്തിങ്ങനെ വരും. അതിനകത്ത് മർമ്മം വേലായുധൻ എന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരു 3 കള്ളന്മാരുടെ കൂട്ടത്തിൽ ഒരു കള്ളൻ, മർമ്മം വേലായുധൻ. അപ്പോൾ ആ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ചില അഭിനയവും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നു. അപ്പോൾ നിങ്ങളത് കഴിയുമെങ്കിൽ അത് കാണും. സൂര്യ ചാനലിലാണ്. സൂര്യയിൽ രാത്രി 9:30 മുതൽ 10:30 മണി. സാധാരണഗതിയിൽ സീരിയലുകൾ എന്ന് പറയുമ്പോൾ അരമണിക്കൂറാണ്. ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ 1 മണിക്കൂർ കഥ പറയുന്ന ഒരു മെഗാ സീരിയൽ. അതാണ് ഈ ഹൃദയം എന്ന് പറയുന്ന ഈ സീരിയൽ. ഇതിൻ്റെ സംവിധായകൻ SS ലാൽ എന്ന് പറയപ്പെടുന്ന ഇൻഡസ്ട്രിയിൽ വളരെ മികവാർന്ന ഒരു സംവിധായക പ്രതിഭയാണ് ഇതിൻ്റെ സംവിധായകൻ. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് സംവിധായകനായി വന്നിരിക്കുന്നത് അബി കൃഷ്ണ എന്ന് പറയുമ്പോൾ, ഞാൻ ഏഷ്യാനെറ്റിൽ കൂടെവിടെ എന്നൊരു സീരിയൽ അഭിനയിച്ചിരുന്ന സമയത്ത് അതിനകത്തൊരു തമിഴൻ XMLA സെൽവൻ എന്നൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു. ആ കൂടെവിടെയിലെ ആ വർക്കിൽ അതിൻ്റെ സംവിധായകനായിരുന്ന അബി കൃഷ്ണയാണ് ഇതിൽ ഈ ഹൃദയവും ഇപ്പോൾ എപ്പിസോഡ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നത്. നല്ല ദൃശ്യഭംഗിയുള്ള നല്ല ക്യാമറയും അതുപോലെ തന്നെ ഡയറക്ഷൻ സൈഡും ഒക്കെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഓരോ എപ്പിസോഡും. ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. നമ്മുടെ മമ്മൂക്കായുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടി, അതുപോലെ കോട്ടയം പ്രദീപ്, അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീരിയൽ വളരെ മികവാർന്ന തരത്തിൽ 1 മണിക്കൂറാക്കിയിട്ട് പോലും നല്ല ആസ്വാദകരുടെ ഒരു ഫോളോ അപ്പ് ഉണ്ട് എങ്കിൽ അപ്പോൾ അതിൻ്റെ മികവ് എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സൂര്യ ചാനലിൽ വരുന്ന ഹൃദയം എന്ന സീരിയൽ കാണണം. എൻ്റെ ഈ മർമ്മം വേലായുധൻ എന്ന കഥാപാത്രം ഇടയ്ക്കും പുറത്തും വരും, കാണണം. അതുപോലെ തന്നെ ഈ ബൈജു ദേവരാജ്
ഒരു സമയം മലയാള പ്രേക്ഷകരുടെയും മലയാള സീരിയലുകളുടെയും ഒരു മലയാള പ്രേക്ഷകരുടെയും സീരിയലുകളുടെയും ഒക്കെ ഒരു വലിയ ഒരു 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 ആളായിരുന്നു, ഒരു അതോറിറ്റേറിയനായിരുന്നു നമ്മുടെ ഈ ബൈജു ദേവരാജ്. അദ്ദേഹത്തിൻ്റെ ക്ലിക്ക് സീരിയലുകൾ ഒരുപാട് കേരളം ഒന്നടങ്കം സാബോധം വളരെ ശ്രദ്ധയോടെ വളരെ ആസ്വാദ്യതയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു പ്രൊഡക്ഷൻ്റെ ഹെഡാണ് ഈ ബൈജു ദേവരാജ് എന്ന് പറയപ്പെടുന്ന അദ്ദേഹമാണ് ഇപ്പോൾ ഒരു പരീക്ഷണത്തിന് ഇപ്പോൾ മുതിർന്നുകൊണ്ട് 1 മണിക്കൂറാണ് ഒരു എപ്പിസോഡ്. അപ്പോൾ ആ 1 മണിക്കൂർ എപ്പിസോഡ് ഒരു സിനിമ കാണുന്ന പോലെ ആളുകൾക്ക് കണ്ടിരിക്കാൻ ആസ്വദിക്കാൻ ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു സീരിയലാണ് ഈ ഹൃദയം എന്ന് പറയപ്പെടുന്ന സീരിയൽ. അപ്പോൾ ഇതിൻ്റെ നല്ല ദൃശ്യചാരുതയാർന്ന ദൃശ്യഭംഗിയാർന്ന ഓരോ എപ്പിസോഡുകളും കാണുവാൻ നിങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്വന്തങ്ങളെ ഞാൻ വിനീതമായി ക്ഷണിക്കുകയാണ്. നിങ്ങൾ കാണണം. സൂര്യ ടി വിയിലാണ്. രാത്രി 9:30 മുതൽ 10:30 വരെയാണ് ഇതിൻ്റെ ടെലികാസ്റ്റിംഗ് സമയം. അതുകൊണ്ട് ഏവരും ഇത് കാണുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു എളിയ അഭ്യർത്ഥന വയ്ക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നവമാധ്യമ സ്വന്തങ്ങൾക്ക് എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. കാണണം സീരിയൽ ഹൃദയം സൂര്യ ടി വിയിൽ രാത്രി 9:30, 10:00. ഓക്കെ.